നമസ്കാരം. കാലഘട്ടത്തിനനുസരിച്ച് സുവിശേഷം പകരപ്പെടുക എന്നത് ഓരോ കാലഘട്ടത്തിൻ്റെയും ആവശ്യമാണ്. ഇതിനായി ഓരോ കാലത്തും ദൈവം വ്യത്യസ്ത മനുഷ്യരെ നിയോഗിക്കും. അവർ ഒരുപക്ഷെ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ലോകത്തിൻ്റെ കണ്ണിൽ അംഗീകരിക്കപ്പെടണമെന്ന് നിർബന്ധമില്ല. ബൈബിളിലും ഏകസത്യ ദൈവമായ ഈശോ മിശിഹായുടെ ശിഷ്യരാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരും ഇത്തരത്തിലുള്ളവരായിരുന്നു. ദൈവത്തിൻ്റെ കണ്ണിൽ അവർ എല്ലാവരും യോഗ്യരായിരുന്നു എന്നതാണ് സത്യം. ഒന്നുമല്ലാതിരുന്ന അവരെ പഠിപ്പിച്ചതും അവർക്ക് വേണ്ട ജ്ഞാനം പരിശുദ്ധാത്മാവിനാൽ പകർന്നു കൊടുത്തതും സത്യം എന്തെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തതും ഒന്നുമല്ലാതിരുന്ന അവരെ എല്ലാവരുടെയും എല്ലാമാക്കി തീർത്തതും ദൈവത്തിൻ്റെ കരുണയായിരുന്നു. അത്തരത്തിൽ ഓരോ കാലഘട്ടത്തിലും അന്നന്നിൻ്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടാൻ ദൈവം ചിലരെ നിയോഗിക്കും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ സാൻഡോ ആപ്പ് എന്ന ക്രിസ്ത്യൻ പ്രയർ ആപ്പിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇത്തരത്തിലൊരു സുവിശേഷ പ്രഘോഷണത്തിലേക്ക്, ആധുനിക യുഗത്തിൻ്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള സുവിശേഷ പ്രഘോഷണത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ ഈ ആപ്ലിക്കേഷൻ്റെ ഫൗണ്ടറായ ജോൺ ജോഫിൻ എന്ന വ്യക്തിയെ നയിച്ച സാഹചര്യങ്ങളാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ജീവിത കഥ കൂടിയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ എന്തുകൊണ്ട് അംഗീകാരം അർഹിക്കുന്നു എന്നതിൻ്റെ ഉത്തരം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഇനി ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. സാൻഡോ കാത്തലിക് മിഷനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഞാൻ ആക്ച്വലി നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഇത് എവിടെ നിന്നാണ് ഈ ഒരു മിഷൻ തുടങ്ങാനുള്ള പ്രചോദനം ഉണ്ടായതെന്ന്. അപ്പോൾ ആ പ്രചോദനം എനിക്ക് ലഭിച്ചത് എൻ്റെ 7ാം വയസ്സിലെ ഒരു ഓർമ്മയിൽ നിന്നാണ്. ആക്ച്വലി ഒരുപാട് എനിക്കിപ്പോൾ 40 വയസ്സുണ്ട്, 2024. അപ്പോൾ ഏകദേശം 33 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു വൈകുന്നേരത്തെ ഓർമ്മയാണ് സാൻഡോ മിഷനിലേക്ക് എന്നെ നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഏകദേശം 7 വയസ്സാണ് പ്രായം. ഞാനൊരു കൊച്ചിയിൽ മുണ്ടമ്പേലി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, തോപ്പുംപടി എന്നൊക്കെ പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ളൊരു സ്ഥലം. അവിടെ ഒരു മരപ്പണിക്കാരൻ്റെ മകനായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. എൻ്റെ അപ്പച്ചനൊരു മരപ്പണിക്കാരനാണ്, എൻ്റെ അമ്മച്ചി ഒരു സാധാരണ വീട്ടമ്മയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാധാരണ കുടുംബത്തിൽ വളർന്ന ഒരു സാധാരണ കത്തോലിക്ക പയ്യൻ, അത് മാത്രമാണ് എൻ്റെ ലേബർ എന്ന് പറയുന്നത്. എൻ്റെ അപ്പച്ചൻ ആ കാലഘട്ടത്തിലൊക്കെ 90കളുടെ തുടക്കത്തിലൊക്കെ കൂലി എന്ന് പറയുന്നത് 37 രൂപയാണ്. അപ്പം 37 രൂപ ദിവസക്കൂലി കിട്ടുന്ന ഒരു സാധാരണ വീട്ടിലെ ഒരു സാധാരണ കുട്ടിക്ക് എങ്ങനെയൊക്കെ വിശ്വാസം അവൻ്റെ ജീവിതത്തെ സ്വാധീനിക്കാമോ അതെല്ലാം എന്നെ സ്വാധീനിച്ചു. എൻ്റെ വീട്ടിൽ എനിക്ക് ആകെ ഉള്ളത് കുറച്ച് പ്രാർത്ഥനാ പുസ്തകങ്ങളും, കുട്ടികളുടെ ഒരു ബൈബിളുണ്ട്, ആൻറ്റി തന്നൊരു ബൈബിളുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് മെയിനായിട്ട് ഞാൻ വീട്ടിൽ പഠിച്ചത് പ്രാർത്ഥനകളാണ്. വീട്ടിലിരുന്ന് എന്നെ കൂടെ ഇരുത്തി പഠിപ്പിക്കാൻ എൻ്റെ അമ്മച്ചിക്ക് അറിവില്ലായിരുന്നു, അപ്പച്ചനും അങ്ങനെ അറിവില്ല. അപ്പച്ചൻ രാവിലെ ആലുവയിലാണ് മിക്കവാറും പണിക്ക് പോകുന്നത്. അപ്പോൾ പിന്നെ വൈകുന്നേരം വരുമ്പോൾ ഒരു ഏകദേശം 9 മണി വരെ ആവും. അപ്പോൾ ഞങ്ങൾ ആ സമയത്തൊരു ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥനയൊക്കെ ചൊല്ലി പോകുന്നു. എല്ലാ ദിവസവും അപ്പൂപ്പൻ്റെ കൂടെ ഞാൻ ദിവ്യബലിക്ക് പോകും. ഇതൊക്കെ തന്നെയാണ് ഒരു സാധാരണ കുട്ടിക്ക് കിട്ടിയ എല്ലാ പരിശീലനവും എനിക്കും കിട്ടി. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൊതി എനിക്കുണ്ടായിരുന്നത് പഠിക്കാനായിരുന്നു. പഠനം എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു, പക്ഷേ പഠിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ അമ്മച്ചിയുടെ അടുത്ത് നിന്ന് ഞാൻ ചോദിക്കുമ്പോൾ അമ്മച്ചി പറയും, എൻ്റെ മോനെ പഠിപ്പിക്കാനുള്ള അറിവ് എനിക്കില്ല. എൻ്റെ അമ്മച്ചിക്ക് ഒരു പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഏകദേശം 2ാം ക്ലാസ് വരെ പഠിപ്പുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ളത് സാഹചര്യം ആയതുകൊണ്ട് അമ്മച്ചിക്ക് എപ്പോഴും ഒരു വിഷമം ഉണ്ടായിരുന്നു മകനെ പഠിപ്പിക്കാനുള്ള അറിവില്ല എന്നുള്ളത്. പക്ഷേ അമ്മച്ചി എപ്പോഴും എന്നോട് പറഞ്ഞു തരുന്നത്, കൊച്ചു പോയി പരിശുദ്ധ അമ്മയോട് ചോദിച്ചാൽ പരിശുദ്ധ അമ്മ കൊച്ചനെ പഠിപ്പിക്കും. കുഞ്ഞുനാൾ മുതൽ ഞാൻ കേട്ടിരിക്കുന്നത് എൻ്റെ അമ്മച്ചി എന്നെ പഠിപ്പിച്ചു തന്ന പരിശുദ്ധ അമ്മയോട് പഠിപ്പിച്ചു തന്നെന്ന് പറയാൻ പറ്റില്ല, പരിശുദ്ധ അമ്മയെക്കുറിച്ചും വിശുദ്ധ പിതാവിനെക്കുറിച്ചും ഞാൻ അങ്ങനെ പറയാറില്ല. ഞാൻ അപ്പ അമ്മ എന്നാണ് പറയുന്നത്, കുഞ്ഞീശോ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞ അമ്മച്ചിയിലൂടെയും എൻ്റെ അപ്പൂപ്പനമ്മമാരിലൂടെ ഞാൻ അനുഭവിച്ച സ്നേഹം, അതായത് ഈ ഈശോയെ ഞാൻ കൂട്ടുകാരനായിട്ടാണ് കരുതിയത്. അപ്പോൾ ഈശോയോട് ചോദിച്ചാൽ മതി, പരിശുദ്ധമ്മയോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും വിശ്വസിക്കും. എനിക്ക് ബുദ്ധിയില്ലാത്ത പ്രായം മുതൽ ഞാൻ അങ്ങനെ കേട്ടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു പരിശുദ്ധ അമ്മയോട് ചോദിച്ചാൽ പരിശുദ്ധമ്മ എല്ലാം തരും. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചെറിയ കപ്പേളയുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞൊരു കപ്പേളയുണ്ട്, ഒരു കുരിശുവരയുണ്ട്. ആ കുരിശുവരയിൽ പോയിരുന്ന് എൻ്റെ 7ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മൂമ്മയുടെ കൊന്തയും കൊണ്ടാണ് ഞാൻ പോയെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പോയിട്ട് മുട്ടുമ്പോൾ നിന്ന് ചോദിക്കുകയാണ്, എൻ്റെ ഈശോൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണല്ലോ, അപ്പോൾ ഈശോയോട് ചോദിക്കുകയാണ്, എൻ്റെ ഈശോൻ്റെ അമ്മയെ എനിക്ക് കടം തരുമോ? എന്നെ പഠിപ്പിക്കാനായിട്ട് ഈശോൻ്റെ അമ്മയെ കടം തരുമെങ്കിൽ, ഈശോൻ്റെ അമ്മ വന്ന് എന്നെ പഠിപ്പിക്കുവാണ്, നിങ്ങൾ രണ്ടുപേരും വന്ന് എന്നെ പഠിപ്പിക്കുവാണെങ്കിൽ ഞാൻ പുതിയ ഭാഷകൾ അറിയുമ്പോൾ, പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ ലോകം മുഴുവൻ പോകും, എല്ലാവരോടും പറയും ഈശോയാണ് എന്നെ പഠിപ്പിച്ചത്. അത് ഞാൻ ഈശോയ്ക്ക് കൊടുത്ത വാക്കാണ്. എൻ്റെ 7ാമത്തെ വയസ്സിൽ ഞാൻ കൊടുത്ത വാക്കാണ്.
ഇന്ന് 33 വർഷങ്ങൾക്ക് ശേഷം 40ാമത്തെ വയസ്സിൽ ഞാൻ ജീവിക്കുന്നത്. ഏകദേശം 3-4 വർഷം 2020-ലാണ് ഞങ്ങൾ ഈ ഒരു മിഷനായിട്ട് ഇതിനെ ആരംഭിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകൾ ഇതിൻ്റെ പുറകിൽ വീണ്ടും ഉണ്ട്. പക്ഷേ തുടക്കം എന്ന് പറയുന്നത് ആ ഒരു പ്രോമിസാണ്. എൻ്റെ കുഞ്ഞീശോയ്ക്ക് ഞാൻ കൊടുത്ത വാക്കാണ്, എൻ്റെ 7ാം വയസ്സിൽ ഞാൻ കുഞ്ഞീശോയ്ക്ക് കൊടുത്ത വാക്കാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നത്. ലോകം മുഴുവൻ സകല സൃഷ്ടിജാലങ്ങളോടും ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കാൻ അത്രമേൽ ആഗ്രഹിച്ച ഒരു കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മയാണ് സാന്റോ മിഷൻ. ഈ ഒരു ആപ്പിനകത്ത് എന്തൊക്കെ ഉണ്ട്? പ്രാർത്ഥനകളുടെ ഒരു എല്ലാം കൂടിയുള്ളൊരു ആപ്പാണോ, അതോ വേറെ കുറച്ച് പ്രാർത്ഥനകൾ മാത്രമേ ഉള്ളൂ? എന്തൊക്കെ ടൈപ്പ് പ്രാർത്ഥനകളാണ് ഈ ഇപ്പം യാമപ്രാർത്ഥനകൾ നമ്മൾ പണ്ടത്തെ ആൾക്കാർ ചൊല്ലും, പക്ഷേ ഇപ്പോഴത്തെ ഒരു യൂത്തിന് അറിയില്ല യാമപ്രാർത്ഥനകൾ എന്താണെന്ന് പോലും അറിയാൻ പറ്റാത്ത കുറേ യൂത്തുകളുണ്ട്. അപ്പം യാമപ്രാർത്ഥനകളും ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ പണ്ടത്തെ പ്രാർത്ഥനകളും ഉൾപ്പെടുത്തിയ ഒരു ആപ്പാണോ ഇത്? ആക്ച്വലി സാന്റോ മിഷൻ എന്ന് പറയുന്നത് ഒരു കത്തോലിക്ക പ്രാർത്ഥന മിഷനാണ് ആസ് എ ഹോൾ. പക്ഷേ അതിൽ 2 പ്രൊജക്റ്റുകളാണ് പ്രധാനമായിട്ടും ഞങ്ങൾ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിലൊരു പ്രൊജക്റ്റാണ് സാന്റോ കാത്തലിക് ആപ്പ്. സാന്റോ കാത്തലിക് ആപ്പ് ഇപ്പോൾ നിലവിൽ 10 ഭാഷകളിലാണ് കണ്ടൻറ്റുകളുള്ളത്. ഇനി സാന്റോ കിഡ്സ് എന്ന പേരിലൊരു കുട്ടികളുടെ വേദപാഠം ആപ്പ് ഒരുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിൽ താങ്കൾ ചോദിച്ച ചോദ്യം സാന്റോ കിഡ്സ് ആപ്പ് അല്ലെങ്കിൽ സാന്റോ പ്രയർ ആപ്പ് എന്ത് ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. ബേസിക്കലി ട്രഡീഷണലായ എല്ലാ കാത്തലിക് പ്രേയേഴ്സും അതിൽ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. നിലവിലിപ്പോൾ ജപമാലകളും അല്ലെങ്കിൽ ഓരോ ദിവസത്തെ ദിവ്യബലികൾ, വിശുദ്ധ കുർബാന, ഒത്തിരി പ്രോഗ്രാം, ഇന്നത്തെ വായന, അതുപോലെ ഒരുപാട് സാധാരണ ലിത്തനികൾ, നൊവേനകൾ, വണക്കമാസ വായനകളടക്കമുള്ള പ്രാർത്ഥനകൾ അതിലുണ്ട്. ഭക്തിഗാനങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. താങ്കൾ പറഞ്ഞ പോലെ യാമപ്രാർത്ഥനകൾ, അതുപോലെ നിരവധിയായ പ്രാർത്ഥനകൾ നമുക്കതിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതകൾ ഞങ്ങൾ ഒരുക്കി വയ്ക്കുന്നുണ്ട്. ഇനി ഈ പ്രാർത്ഥനകൾ മാത്രമല്ല, ആനുകാലികമായിട്ട് ഇപ്പം ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അതിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അനുഭവ സാക്ഷ്യങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും, പോഡ്കാസ്റ്റുകൾ കൊണ്ടുവരാൻ പറ്റും, അതുപോലെ ഭക്തിഗാനങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ POC മലയാളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ POC ഒഫീഷ്യൽ പെർമിഷനുള്ള ബൈബിളുണ്ട്, ഓഡിയോ ബൈബിളുണ്ട്, ടെക്സ്റ്റ് ഫോർമാറ്റിലുണ്ട്. സോ വീഡിയോ ഫോർമാറ്റിലും ടെക്സ്റ്റ് ഫോർമാറ്റിലും ഡിജിറ്റൽ പ്രയർ ബുക്ക് ഫോർമാറ്റിലും ഡിജിറ്റൽ ടെക്സ്റ്റ് ഫോർമാറ്റിലും എന്തൊക്കെ വിശ്വാസ സമൂഹത്തിന് നൽകാൻ സാധിക്കുമോ ഏതൊക്കെ ഭാഷയിലും അതൊക്കെ ചെയ്യാനാണ് സാന്റോ കാത്തലിക് ആപ്പിലൂടെ ഞങ്ങൾ ശ്രമിക്കുന്നത്. ഓക്കെ, ഇപ്പം ഈ ടെക്സ്റ്റ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, അതോ വീഡിയോയും ഓഡിയോ ഫയൽസും ആഡ് ചെയ്തിട്ടുണ്ടോ? ഇപ്പം നിലവിൽ കൂടുതലും ടെക്സ്റ്റാണ് ആസ് ഓഫ് നൗ നമ്മുടെ കയ്യിലുള്ളത്. പക്ഷേ ഓഡിയോയും ഉണ്ട്. കുറേ പ്രാർത്ഥനകളൊക്കെ ഓഡിയോ ഞങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി വീഡിയോകളും ഇപ്പം ജപമാല അടക്കമുള്ള കാര്യങ്ങൾ വീഡിയോ ആയിട്ടുണ്ട്. പിന്നെ വിർച്വൽ റോസറി എന്ന് പറയുന്ന ഒരു പുതിയ ഫീച്ചർ കൂടി ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ ആദ്യത്തെ ഘട്ടത്തിൽ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ആക്ച്വലി ഒത്തിരി അധികം പ്രോഗ്രാമുകൾ ഇനി ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇനിയുണ്ട്. ഇപ്പോൾ ഈ ടെക്സ്റ്റ് ഫോർമാറ്റിൽ കിട്ടിയത് തന്നെ എത്രയോ നമുക്കിപ്പോൾ എനിക്ക് മാത്രമോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനോ അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ളവർക്കോ അറിയാൻ പാടില്ലാത്ത എത്രയോ പ്രാർത്ഥനകൾ നമ്മളുടെ സമൂഹങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അതെല്ലാം അതാത് ലാംഗ്വേജിലുള്ളവർക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ മീഡിയ മിനിസ്ട്രീസിനോടും കാത്തലിക് മിനിസ്ട്രീസിനോടും ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഒരുക്കുകയാണ്. ആൻസറിങ് യുവർ ക്വസ്റ്റ്യൻ, യാമപ്രാർത്ഥന മാത്രമല്ല എല്ലാ തരത്തിലും പ്രാർത്ഥനകളും അതിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. ഇപ്പം ശരിക്കും ഒരു 7 വയസ്സുകാരൻ കണ്ട സ്വപ്നം, ഇപ്പം ഞങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കാണുന്ന 7 വയസ്സിൽ കാണുന്ന സ്വപ്നം എന്താണെന്ന് പോലും അത്ര പൊട്ടൻഷ്യൽ ആണെങ്കിൽ പോലും ഈ ഒരു കാലത്ത് ഞങ്ങളത് ഓർത്തിരിക്കത്തില്ല. പക്ഷേ വേറെന്തെങ്കിലും ഈ ഒരു ദൈവത്തിലുള്ള വിശ്വാസമാണോ, വേറെന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു രീതിയിലേക്ക് വളരാൻ വേണ്ടിയിട്ട്, ഈ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉള്ള ഒരു ജേണി? ഞങ്ങളൊരു ആപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ വിശ്വസിക്കാൻ തുടങ്ങിയത്. ഞാൻ പറഞ്ഞതുപോലെ കുട്ടിക്കാലത്ത് ബുദ്ധിയിൽ അപ്പൂപ്പൻ്റെ അമ്മമ്മയുടെയും കൂടെ, പ്രത്യേകിച്ച് അപ്പൂപ്പൻ്റെ കൂടെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നു, എല്ലാ ആഴ്ചയിലും ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് പോകുന്നു, അതുപോലെ നൊവേനകൾ, വണക്കമാസ വായനകൾ, ലുത്തിനികളടക്കം ഒരു സാധാരണ കുട്ടി ചെയ്യുന്ന എല്ലാ പ്രാർത്ഥന വിശ്വാസ രീതികളും ഞാൻ പിന്തുടർന്ന് പോകുന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനായിരുന്നു. അപ്പോൾ ഏറ്റവും ഒരു സാധാരണ കുട്ടിയെപ്പോലെ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ചത് ഒരു വൈദികനാവാനായിരുന്നു. തീർച്ചയായിട്ടും വൈദികനാവുക എന്ന് തന്നെയായിരുന്നു എല്ലാ കാലത്തെയും എൻ്റെ ആഗ്രഹം. ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് വാട്ട് വാസ് യുവർ ഡ്രീം എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോഴും എൻ്റെ ഡ്രീം എന്ന് ചോദിച്ചാൽ, എനിക്കൊരു വിശുദ്ധനാവണം. എനിക്ക് ഈശോയുടെ വിശുദ്ധനാവണം എന്നുള്ളതാണ് തീവ്രമായ ആഗ്രഹം. അതായത് ഞാൻ കുഞ്ഞുനാൾ മുതലേ കേട്ടറിഞ്ഞ വിശ്വാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലേക്ക് വിശ്വാസം നൽകിയത് ഞാൻ കേട്ടറിഞ്ഞ ഒരുപാട് ജീവിത അനുഭവങ്ങളുണ്ട്. അതായത് ഒരുപാട് വിശുദ്ധരുടെ ജീവിതകഥകൾ എന്നെ ഒരുപാട് രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്കാലത്ത് ഓർമ്മ വെച്ച് പറയുകയാണെങ്കിൽ ഡൊമിനിക് സാവിയോ, മരിയ ഗൊരേറ്റി, തെരേസ ഓഫ് ജാൽ ജീസസ്, അതുപോലെ അന്തോണീസ് പുണ്യവാളൻ, ഇവരെല്ലാവരും എന്നെ ഒരുപാടധികം സ്വാധീനിച്ചിട്ടുണ്ട്. കുഞ്ഞീശയോട് ഏറ്റവും നിർമ്മലമായ സ്നേഹം കാത്തു സൂക്ഷിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആഗ്രഹിച്ചതൊരു വൈദികനാവാനാണ്. പക്ഷേ ഞാൻ ഒറ്റ മകനായിരുന്നു. അപ്പോൾ എൻ്റെ അപ്പച്ചന് വേറെ ആരുമില്ല, അപ്പച്ചനും അമ്മച്ചിക്കും.
അപ്പോൾ എനിക്ക് വൈദികനാവാൻ ഒന്നാമത്തെ തടസ്സമായിട്ട് ഞാൻ കണ്ടത് അതായിരുന്നു. രണ്ടാമത്തെ തടസ്സം ഇതൊന്നും ആയിരുന്നില്ല. വൈദികനാകുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് തിരുക്കർമ്മങ്ങൾ പങ്കെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്ത്യകുദാശ അടക്കമുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഫ്യൂണറൽ ബ്ലസ് ചെയ്യുക. ഇതൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ഈ ഫ്യൂണറൽ വീടുകളിൽ പോകാനായിട്ട് അല്ലെങ്കിൽ മരണ വീടുകളിൽ പോകാനായിട്ട് ഭയം ഉണ്ടായിരുന്നു. അതെൻ്റെ കൂട്ടുകാർക്ക് അത് അറിയാവുന്നതുകൊണ്ട് അവരെന്നെ കളിയാക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു 10-12 വയസ്സൊക്കെ ആകുമ്പോഴേക്കും എൻ്റെ കൂടെ വളർന്നവരെല്ലാവരും തന്നെ ഈ പള്ളിയിൽ ഓൾട്ടർ ബോയ് ആവും. അപ്പോൾ പറയും, ജോഫിന് ഓൾട്ടർ ബോയ് ആവുന്നുണ്ടോ? പോയാൽ നീ ഈ കല്യാണ വീട്ടിൽ പോകാം, അതുകൂടാതെ എനിക്ക് ഇതിലും പോകേണ്ടി വരും, മരണ വീട്ടിൽ പോകേണ്ടി വരും. അപ്പോൾ എനിക്കത് ഭയങ്കര പേടിയായി. അപ്പോൾ അവരെല്ലാവരും കളിയാക്കി, നിനക്ക് ഒരിക്കലും അച്ഛനാകാൻ പറ്റില്ല, ഒരിക്കലും നിനക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം, എന്നിലെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സങ്കടമായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനാണ്. ഈശോയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ ആഗ്രഹിച്ച എനിക്ക് വൈദികനായിട്ടാണല്ലോ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറയുമ്പോൾ അത് ചെയ്യാൻ എങ്കിലല്ലേ എനിക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റുള്ളൂ. എനിക്കതല്ലേ ആഗ്രഹം. അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കര, ഇതിപ്പം നിങ്ങളതെങ്ങനെ ഉൾക്കൊള്ളുമെന്ന് അറിയില്ല. കാരണം കുഞ്ഞുനാൾ മുതലേ ഞാൻ ആഗ്രഹിച്ചത് ഈശോയുടെ വിശുദ്ധനാവാനാണ്. എല്ലാവരും എന്നോട് ചോദിക്കും, എന്താണ് ജോഫിൻ്റെ ആഗ്രഹം? ഐ വാണ്ട് ടു ബി എ സെയിൻറ്റ്. ഒരു സംശയമില്ല, എൻ്റെ 40-ാം വയസ്സിലും ഞാനത് ആഗ്രഹിച്ച് പറയുന്നു, എനിക്കൊരു വിശുദ്ധനാവണം. അത് അത്രയും തീവ്രമായ ആഗ്രഹത്തോടെയാണ് ഞാൻ എൻ്റെ കുഞ്ഞീശോയെ സ്നേഹിച്ചത്. പരിശുദ്ധ കുർബാനയിലെ ഈശോയെ സ്നേഹിച്ചത് അങ്ങനെയാണ്. കാരണം ഇത് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈശോയുടെ സങ്കടം പറയും, ഈശോയെ എനിക്ക് ഒരിക്കലും വൈദികനാകാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്കതൊരു വിഷമമായിരുന്നു. ഇനി അതുകൂടാതെ വേറൊരു വിഷമം, ഞാൻ ഭയങ്കര വണ്ണമുള്ള ആളായിരുന്നു. അപ്പോൾ ഈ കൂട്ടുകാരുടെ കൂടെ പറമ്പിലൊക്കെ കളിക്കാൻ പോയാൽ എനിക്ക് ശ്വാസം മുട്ടൽ വരും. അപ്പോൾ ഇങ്ങനെ വീസിങ് വരും. അപ്പോൾ എല്ലാവരും പറയും, ഓ നിന്നെ ഇവിടെയും കൊള്ളൂല, അപ്പോൾ ഓടാനും കൊള്ളൂല, കളിക്കാനും കൊള്ളൂല, ഒന്നിനും കൊള്ളൂല, നിന്നെ ആകെ കൊള്ളാവുന്ന പ്രാർത്ഥിക്കാനാണ്. കാരണം കുഞ്ഞുനാൾ മുതലേ എനിക്ക് പ്രാർത്ഥന ഇഷ്ടമായിരുന്നു. അപ്പോൾ എല്ലാ പ്രാർത്ഥനയും ചൊല്ലും. ഞങ്ങളുടെ കുരിശുവരയിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടായാൽ ഞാൻ 10-12 വയസ്സാകുമ്പോൾ തൊട്ട് അവിടുത്തെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലും. അപ്പോൾ എല്ലാവരും പറയും, നിന്നെ വേറെ ഒന്നിനും കൊള്ളൂല, ആകെ അറിയാവുന്നത് പ്രാർത്ഥനയാണ്, നീ പോയി പ്രാർത്ഥിക്കും, നിനക്ക് അതേ അറിയുള്ളൂ. അപ്പോൾ കളിക്കളത്തിൽ നിന്ന് എല്ലാവരും പറഞ്ഞു വിടും, എല്ലായിടത്തുനിന്നും എന്നെ എല്ലാവരും മാറ്റി നിർത്തും. അങ്ങനെ ഞാൻ പോയി കുരിശുവരയിൽ പോയിരിക്കും. ആ കുരിശുവര എൻ്റെ വീടിൻ്റെ അടുത്താണ്. ആ കുരിശുവരയിൽ ഞാൻ കുറച്ച്, നിങ്ങൾക്കറിയാമെന്ന് അറിയാം, നാളികേരത്തിൻ്റെ ചെറിയ നാളികേരം ഉണ്ടല്ലോ, ഈ നാളികേരമൊക്കെ ആയിട്ട് ചെറിയ കുറച്ച് ഇലയൊക്കെ പറിച്ചിട്ട് ഇങ്ങനെ ചിരട്ടയൊക്കെ ആയിട്ട് ഞാൻ അവിടെ പോയിരിക്കും. ആ കുരിശുവരയിൽ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ആരെങ്കിലും വരുള്ളൂ. അത് 100ഓളം വർഷം പഴക്കമുള്ളൊരു കുരിശുവരയാണ്. അവിടെ പോയിരുന്ന് ഞാനിങ്ങനെ കുഞ്ഞീശോയുടെ കൂടെ കഞ്ഞി കുട്ടനൊക്കെ കളിക്കും. ഇത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്തിനാ ഇങ്ങനെ പറഞ്ഞ് കരയണേന്ന്. എനിക്ക് അത്രയും ആത്മബന്ധം ഈശോയോട് ഉണ്ടായിരുന്നു. ഞാൻ ഈശോയുടെ കൂട്ടുകാരനായിരുന്നു, ഈശോയുടെ കളിക്കൂട്ടുകാരനാവാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഞാൻ വിചാരിക്കും, എൻ്റെ കൂടെ ഡൊമിനിക് സാവിയുണ്ട്, മരിയ ഗുരേറ്റി ഉണ്ട്, ഇവരൊക്കെ ഈശോയെ വല്ലാതെ സ്നേഹിച്ചതല്ലേ. അപ്പോൾ എനിക്കും ആ സ്നേഹം ഉള്ളിലുണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ അവരൊക്കെ പരിശുദ്ധ കുർബാന എത്രത്തോളം സ്നേഹിച്ചോ അത്രയും തന്നെ പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കാൻ ഞാനും ആഗ്രഹിച്ചു. ശരിക്കും ഇതാണ് എൻ്റെ ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് തുടങ്ങുന്നത് അങ്ങനെയാണ്. പക്ഷേ പിന്നീട് വളരും തോറും എനിക്കിങ്ങനെ ഒരു വിഷമമുണ്ട്. അതായത് നിന്നെ ഒന്നിനും കൊള്ളൂല, നിന്നെ ആർക്കും വേണ്ട, ഈ ഒരു ചിന്ത എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ എന്നെ നിരാശപ്പെടുത്തിക്കൊണ്ടിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ചെല്ലുമ്പോഴും ഈ കുരിശുവരയിൽ പോയിരിക്കുമ്പോഴൊക്കെ ഈശോ എനിക്ക് തന്നൊരു ചിന്ത ഇതാണ്. അതായത് ഈ ജെറുസലേം പ്രവേശനത്തിൽ ഈശോ പോകുന്നൊരു കഴുതയുണ്ട്. ആ കഴുത ആർക്കും വേണ്ടാതെ മാറ്റി നിർത്തപ്പെട്ട് വഴിയിൽ കെട്ടിയിട്ടിരിക്കുന്നവനാണ്. അവനെ ഈശോ വിളിച്ചിട്ട് പറയാണ്, ദോ ആ കഴുതനെ ഇങ്ങനെ കൊണ്ടുപോകാൻ, ഞാൻ അവൻ്റെ മേളിലാണ് രാജകീയ പ്രവേശനം നടത്താൻ പോകുന്നത്. അപ്പോൾ ഈശോ എനിക്ക് തന്ന ചിന്തയാണ്, നിനക്കെൻ്റെ കഴുതയാകാൻ പറ്റുമോ? ലോകം മുഴുവൻ നിനക്കെന്നെ കൊണ്ടുപോകാൻ പറ്റും. നീ എവിടെയൊക്കെ ലോകം മുഴുവൻ പോകാൻ പറ്റില്ലെങ്കിലും നിൻ്റെ ലോകത്ത് നീ ആയിരിക്കുന്നിടത്ത് എന്നെ വഹിച്ചുകൊണ്ട് പോകാൻ നിനക്ക് പറ്റില്ലേ എന്നൊരു ചിന്ത ഈശോ എനിക്ക് തന്നു. അതെനിക്ക് എന്നെ വളരെ ശക്തമായിട്ട് സ്വാധീനിച്ചു ആസ് എ കിഡ്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഈശോയുടെ കഴുതയാവണം. ഞാനത് കൂട്ടുകാരോട് പറയാം, അതെ നീ കഴുതയാ, വേറൊന്നിനും കൊള്ളൂലേ, കഴുതയാ. അപ്പോൾ എല്ലാവരും എന്ന് പറയും, നീ പൊട്ടന, കഴുതയാന്നൊക്കെ, ഇതൊക്കെയായിരുന്നു എൻ്റെ വിളിപ്പേര്, അതൊക്കെയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ ഞാൻ ഈശോയുടെ കഴുതയാണ്. And I was very proud to say that I was the donkey of the Lord. I want to be the little donkey of Jesus. അത് ഞാൻ വലിയ തീവ്രമായ ആഗ്രഹത്തോടെ ആഗ്രഹിച്ചതാണ്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. 17 വയസ്സിലും കുറച്ചും കൂടി 10 വർഷം കൂടി മുന്നോട്ടെടുത്ത് പറയുകയാണെങ്കിൽ 7-ാം വയസ്സിൽ ഇങ്ങനെ ഒരു പ്രോമിസ് വന്നു. അന്ന് മുതൽ ഞാൻ ജപമാല അമർത്തി പിടിച്ചു. പരിശുദ്ധ അമ്മയുടെ ജപമാല ഇങ്ങനെ മുറുക്കി പിടിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോഴൊക്കെ എനിക്ക് തോന്നി ഞാൻ അമ്മയുടെ കയ്യിലാണ് പിടിച്ചേക്കണേ. അമ്മയുടെ കൈ പിടിക്കുമ്പോൾ ഞാൻ വീഴില്ല, അമ്മ എന്നെ ചേർത്ത് പിടിച്ചോളൂ, അമ്മ എന്നെ പഠിപ്പിച്ചോളൂ. കാരണം തൊട്ടടുത്ത വീട്ടിലൊക്കെ കുട്ടികളെ പഠിപ്പിക്കാൻ അമ്മമാരുണ്ട്, എന്നെ പഠിപ്പിക്കാൻ ആരുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അമ്മച്ചിയായിട്ടാണ് പരിശുദ്ധ അമ്മയെ കരുതിയത്. പരിശുദ്ധ അമ്മ എൻ്റെ വളർത്തമ്മയായിട്ടാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ആ ഒരു ഡീപ്പ് കണക്ഷനിൽ വളർന്നു. നിങ്ങളെല്ലാവരെയും പോലെ തന്നെ എല്ലാ ദിവസത്തെയും കുർബാനയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. 17-ാമത്തെ വയസ്സിൽ ഞാൻ ജീസസ് യൂത്തിൽ വളരെ ആക്റ്റീവായിരുന്നൊരു സമയത്ത് ഞാനൊരു ധ്യാനം അറ്റൻഡ് ചെയ്തു. ഒരു 5 ദിവസത്തെ ധ്യാനം അറ്റൻഡ് ചെയ്തു. ആ
ആ 5 ദിവസത്തെ ധ്യാനത്തിൽ ഒരു സ്വപ്നം, താൻ ചോദിച്ച ചോദ്യം എങ്ങനെ ഈ ഒരു മിഷനിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ അത് ഇവിടെയാണ്. അതായത് ആ ഒരു മിഷനിൽ ആ ഒരു ധ്യാനം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 4 സ്വപ്നങ്ങളാണ് ആ ഒരു 5 അതായത് തിങ്കൾ മുതൽ വ്യാഴാഴ്ച രാത്രി വരെയുള്ള ദിവസങ്ങളിൽ 4 സ്വപ്നങ്ങൾ ഞാൻ കണ്ടു. അതിൽ ആദ്യത്തെ ദിവസം സ്വപ്നം പറയാം. അതായത് ഞാൻ സെൻറ്റ് ആൽബർട്ട് കോളേജിലായിരുന്നു എറണാകുളത്ത് പഠിച്ചത്. അപ്പോൾ അവിടെ ഞാനിങ്ങനെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമല്ലോ, നമ്മൾ ഈ ഭക്ഷണം കഴിഞ്ഞിട്ട് പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയെ അവിടുത്തെ മുകളിൽ ആകാശത്ത് ഇങ്ങനെ കാണുവാണ്. അപ്പോൾ ഞാൻ പോകുന്ന വഴിയൊക്കെ അമ്മ നടക്കുന്ന പോലെ തോന്നി. ആ സ്വപ്നത്തിന് ഇങ്ങനെ അന്ത്യമില്ലാതെ അത് തീർന്നു. അത്രേ ഞാൻ കണ്ടുള്ളൂ, അമ്മ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യണതായിട്ട്. രണ്ടാമത്തെ ദിവസം ഞാൻ കണ്ട സ്വപ്നം, ഞാനൊരു മലയുടെ മുകളിലേക്ക് നടക്കുവാണ്. ആ മലയുടെ മുകളിൽ കെട്ടിടങ്ങളൊക്കെ പുസ്തകങ്ങളെ പോലെ മാറുന്നു. എനിക്ക് മനസ്സിലായില്ല എന്താ അർത്ഥമെന്ന്. മൂന്നാമത്തെ ദിവസം ഞാൻ കണ്ട സ്വപ്നം, ഞാനൊരു മലയുടെ മുകളിലെത്തി. അവിടെ നിന്ന് നോക്കി എനിക്ക് ആ ലോകം മുഴുവൻ കാണാം. അപ്പോഴും എനിക്ക് മനസ്സിലായില്ല എന്താ സംഭവിച്ചതെന്ന്. ഏറ്റവും അവസാനത്തെ ദിവസത്തെ സ്വപ്നം, വ്യാഴാഴ്ച രാത്രിയിലെ സ്വപ്നം ഇതായിരുന്നു. ഒരു കല്യാണ ചെക്കനും പെണ്ണും പരിശുദ്ധ അമ്മയുടെ രൂപത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നു, നിത്യസഹായ മാതാവിൻ്റെ മുൻപിൽ. ഉണ്ണീശോ ഒരു കൊന്ത എടുത്ത് അവർക്ക് കൊടുക്കുന്നു, ഒരു ജപമാല എടുത്ത് അവർക്ക് കൊടുക്കുന്നു. ആ ജപമാല അവർ മേടിച്ചിട്ട് ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുകയാണ്. അവരിങ്ങനെ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ അവർ കാണുന്നത് ആ ഒരു വലിയ ക്രൗഡാണ്. ആ ക്രൗഡ് എണ്ണി തീരാൻ പറ്റാത്തത്രയും ആളുകൾ അവിടെ ഉണ്ട്. ആ കൊന്ത ഇങ്ങനെ ചെറിയ ചെറിയ കൊന്ത മണികളായിട്ട് ഒഴുകി എല്ലാവരിലേക്കും പോകുന്ന ഒരു സ്വപ്നം കണ്ടു. ഇതിന് ശേഷമുള്ള ദിവസം വെള്ളിയാഴ്ച ദിവ്യകാരുണ്യ ആരാധനാ സമയത്ത് ബഹുമാനപ്പെട്ട ജോസ് ഉപ്പാണി അച്ഛൻ, ജീസസ് യൂത്തിൻ്റെ അന്നത്തെ ധ്യാനം നയിച്ചുകൊണ്ടിരുന്നത് ജോസ് ഉപ്പാണി എന്ന ഒരു അച്ഛനാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ദിവ്യകാരുണ്യ ആരാധനാ സമയത്ത്, ജോഫിൻ എന്നു പേരായ മകനെ പരിശുദ്ധമ പ്രത്യേകമായി വിളിക്കുന്നു ഈശോയ്ക്ക് വേണ്ടി വലിയൊരു ദൗത്യം ചെയ്യാൻ. എനിക്ക് ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ തിരസ്കരിക്കപ്പെട്ടവനാണ്, ഏറ്റവും കൂടുതൽ ഒഴിവാക്കപ്പെട്ടവനാണ്, ആർക്കും വേണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിപ്പെട്ടവനാണ്. ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കേൾക്കുവാണ്, എൻ്റെ പേര് വിളിച്ച് ഞാൻ കേൾക്കുവാണ്, ഈശോയ്ക്ക് നിന്നെ വേണം, പരിശുദ്ധ അമ്മയ്ക്ക് നിന്നെ വേണം. അപ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമുണ്ടായി. ഞാൻ മുട്ടുമ്പോൾ നിന്നിങ്ങനെ വാവിട്ട് കരയുവാണ്. പക്ഷെ എന്നാൽ എനിക്കറിയാൻ പാടില്ല, എനിക്ക് 17 വയസ്സല്ലേ ഉള്ളൂ. ഞാനൊരു സാധാരണ വീട്ടിൽ നിന്ന് തന്നെ വെച്ചല്ലേ, ഞാൻ എങ്ങനെയാണ് ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ വലുത്, അതും ചെറുതല്ല വലുത് ചെയ്യാനാണ് എന്നെ പറഞ്ഞേൽപ്പിക്കുന്നത്. ഞാൻ വളരെ ഇങ്ങനെ സന്തോഷമുണ്ട്, അറ്റ് ദ സെയിം ടൈം അങ്കലാപ്പമുണ്ട്. ഞാൻ ഇങ്ങനെ പേടിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചേട്ടന്മാർ വന്നിട്ട് പറഞ്ഞു, പരിശുദ്ധ അമ്മയാണ് കൊച്ചിനെ വിളിച്ചിരിക്കുന്നത്. പരിശുദ്ധ അമ്മ വിളിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ നിന്നിൽ ഇന്നില്ല അതൊക്കെ പരിശുദ്ധ അമ്മയ്ക്ക് ആഡ് ചെയ്യാൻ പറ്റും. നീ മാക്സിമം ജപമാല ചൊല്ലുക, പരിശുദ്ധ കുർബാനയെ അത്രയും സ്നേഹിച്ച് നീ വളരുക. അത് ആ ചേട്ടന്മാർ എനിക്ക് തന്ന ഉപദേശമാണ്. ഞാൻ എപ്പോഴൊക്കെ പിന്നീട് ആ കുരിശുവരയിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുരിശുവരയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നു, അപ്പോഴൊക്കെ അമ്മ എനിക്കൊരു ചിന്ത തന്നു, മിറക്കിൾസ് ഹാപ്പൻ ഇൻ യുവർ ലൈഫ് വെൻ യു ഡെയർ ടു ഡ്രീം ദി ഇമ്പോസിബിൾ. അസാധ്യമായ കാര്യങ്ങൾ സ്വപ്നം കാണുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അതെൻ്റെ ജീവിതത്തെ ഭയങ്കരമായിട്ട് മാറ്റിക്കളഞ്ഞു. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ പതുക്കെ എനിക്ക് ധൈര്യം വന്നു തുടങ്ങി വലിയ സ്വപ്നങ്ങൾ കാണാൻ. അതുവരെ ഞാനൊരു സാധാരണക്കാരനായിരുന്നു, അല്ലെങ്കിൽ സാധാരണ വീട്ടിൽ ജനിച്ചതാണ്. സോ എപ്പോഴും നമ്മൾ മലയാളികളെ കേൾക്കുന്ന ഒരു ഡയലോഗാണ്, ഒരിക്കലും നടക്കാത്ത മനോഹര സ്വപ്നം. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ആദ്യം ആരോട് പറഞ്ഞാലും അവർ പറയും, നല്ല രസമുള്ള സ്വപ്നം, പക്ഷെ ഒരിക്കലും നടക്കില്ല. അപ്പോൾ ഇങ്ങനെ ആ നെഗറ്റിവിറ്റി എപ്പോഴും നമ്മുടെ ചുറ്റിനും ഉണ്ടല്ലോ. അത് നല്ല സിനിമയാണ്, കാര്യമാണ്, പക്ഷെ എന്നാലും ആ ഒരു ഡയലോഗിലെ നെഗറ്റിവിറ്റി എപ്പോഴും നമ്മളെ ഹോണ്ട് ചെയ്യാറുണ്ട്. അപ്പം എനിക്കും അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു, എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, ഈശോയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ എന്നാലും ഈശോ എനിക്ക് തന്നൊരു ചിന്ത ഇതാണ്, അല്ലെങ്കിൽ പരിശുദ്ധമ്മ എനിക്ക് തന്ന ചിന്ത ഇതാണ്, മിറക്കിൾസ് ഹാപ്പൻ ഇൻ യുവർ ലൈഫ് വെൻ യു ഡെയർ ടു ഡ്രീം ദി ഇമ്പോസിബിൾ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും നടക്കില്ല എന്ന് ലോകം പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സ്വപ്നം കാണുമ്പോൾ അത് നമുക്കും അറിയാം നമ്മുടെ ജീവിതത്തിൽ അത് സാധ്യമാകാനുള്ള ഒന്നും നമ്മുടെ കയ്യിലില്ലാന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ത്രോ ourselves into the arms of the Lord. ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ഹൃദയത്തെ നമ്മൾ ചേർത്ത് വയ്ക്കും. പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മെ തന്നെ എറിഞ്ഞു കൊടുക്കും. ഈശോയെ, ഇതാ ഞാൻ എന്നെ മുഴുവനായി അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു, അങ്ങ് എൻ്റെ ജീവിതത്തിലെ നാഥനായി മാറണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തെ മാറ്റാനായിട്ട് ഈശോയ്ക്ക് ശക്തിയുണ്ട്. അങ്ങനെ ഈശോ മാറ്റിയ ഒരു ജീവിതമാണ് പിന്നീട് എനിക്കുണ്ടായത്. 2020 വരെ സമയം കൊണ്ട്, അതായത് 17-ാമത്തെ വയസ്സ് മുതൽ 36-ാമത്തെ വയസ്സാവുന്ന വരെയുള്ള 18 വർഷം, അല്ലെങ്കിൽ ആ ഒരു 18-19 വർഷ കാലഘട്ടം പരിശുദ്ധ അമ്മ എന്നെ പുതിയൊരു കാലഘട്ടത്തിലേക്ക് നയിക്കുമായിരുന്നു. ആ ഒരു കാലം തീർന്നപ്പോൾ എൻ്റെ ഡെസിഗ്നേഷൻ, എൻ്റെ പേരിങ്ങനെയായിരുന്നു, വെറും ഒരു വഴിയരികിൽ നിന്നിരുന്ന മണ്ടനായിരുന്ന ജോഫിൻ, അല്ലെങ്കിൽ ഒരു കഴിവുമില്ലായിരുന്ന തടിയനായ ജോഫിൻ, ശ്വാസം മുട്ടൽ വരുന്ന ജോഫിൻ, ആർക്കും വേണ്ടാതിരുന്നവൻ. അവൻ്റെ പേരിൻ്റെ കൂടെ പരിശുദ്ധമ്മ കുറച്ച് ഡിഗ്രികൾ ചേർത്ത് വെച്ചു. ജോൺ ജോഫിൻ CPA CGA, അതായത് കാനഡയിലെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. CPA CGA, ACCA MBA, അതായത് ഇംഗ്ലണ്ടിൽ നിന്ന് ACCA MBA, MCOM BCom,
സോ ഇത്രയും ഡിഗ്രികൾ പരിശുദ്ധ അമ്മേൻ്റെ പേരിനൊപ്പം ചേർത്ത് വെച്ചു. അപ്പോൾ അന്ന് വരെ എന്നെ എല്ലാവരും കളിയാക്കിയിരുന്നു. അപ്പോൾ അന്ന് വരെ അമ്മ എന്നോട് പറഞ്ഞിരുന്നു, വഴിയരികിലിരുന്ന് നീ ഈശോയെക്കുറിച്ച് പറയാൻ ശ്രമിച്ചാൽ നിന്നെ എല്ലാവരും കളിയാക്കും. പ്രീ ഡിഗ്രി ക്ലാസ്സിലൊക്കെ ഞാൻ എല്ലാവർക്കും ഇങ്ങനെ വചനം എഴുതി കൊണ്ടേ കൊടുക്കുമായിരുന്നു. എല്ലാ ദിവസവും ഓരോ വചനം ഇങ്ങനെ എഴുതി കൊടുക്കും. 95 പേരുള്ള ക്ലാസ്സിൽ മിക്കവാറും ഒരു 40 പേർക്കെങ്കിലും വചനം എഴുതി കൊടുക്കും. കുറേ പേര് അത് ചവിട്ടി കളയും. കുറച്ച് പേര് പറയും അയ്യേ നിനക്ക് പ്രാന്താണോ. ചിലവർ എന്നെ പേര് ബോർഡിൽ എഴുതി വെച്ചു, സെയിൻറ്റ് ജോഫിൻ പ്രേ ഫോർ അസ്. കാരണം ജോഫിൻ വരുന്നുണ്ട് വചനമായിട്ട്. എന്നെ അവർ കളിയാക്കിയിരുന്നു. എനിക്കറിയില്ലല്ലോ, എനിക്ക് ഈശോയ്ക്ക് വേണ്ടി എങ്ങനെയെങ്കിലും ജീവിക്കണ്ടേ, കൊതിയായിരുന്നേ. പക്ഷേ എനിക്കും അറിയില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇതായിരുന്നു എൻ്റെ ആദ്യ കാലഘട്ടം. ഞാൻ ഇവിടെ പറഞ്ഞ് നിർത്തി നിങ്ങൾക്കൊരു ചോദ്യത്തിൻ്റെ സമയം തരുവാണെങ്കിൽ 2020 വരെയുള്ള എൻ്റെ കാലഘട്ടം ഇങ്ങനെയായിരുന്നു, ഫെബ്രുവരി വരെ. ജോഫിൻ ചേട്ടാ പറഞ്ഞു പരിശുദ്ധ അമ്മ ഒരു ദൗത്യം ഏൽപ്പിച്ചെന്ന്. അത് സാന്റോ മിഷനായിട്ട് മാറിയത് എങ്ങനെയാണ്? 2020 ഫെബ്രുവരിയിൽ പരിശുദ്ധ കുർബാന, ഞങ്ങൾ കാനഡയിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് രീതികളിലൂടെയൊക്കെ പരിശുദ്ധമ്മ എന്നെ ജീവിതത്തെ കൊണ്ടുപോയി. ഞാൻ 4 വർഷം ഇംഗ്ലണ്ടിലായിരുന്നു, അതിനുശേഷം കാനഡയിലായിരുന്നു ജീവിച്ചത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് 2020 ഫെബ്രുവരി ആയപ്പോഴേക്കും ഒരു പരിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം ഞങ്ങളുടെ ഇടവക പള്ളിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ എനിക്ക് തന്നൊരു ചിന്തയുണ്ട്, ഗെറ്റ് റെഡി ടു ടച്ച് ദ വേൾഡ്, ലോകത്തെ തൊടാനൊരുങ്ങുക. എൻ്റെ മനസ്സിലിങ്ങനൊരു ചോദ്യം വന്നു, ഞാൻ എങ്ങനെയാണ് പരിശുദ്ധമ്മയ്ക്ക് വേണ്ടി ജീവിക്കുക? എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചു ഞാനും എൻ്റെ ഭാര്യയും എല്ലാ ദിവസവും ജപമാലകൾ ചൊല്ലുന്നു, പ്രാർത്ഥനകൾ ചൊല്ലുന്നു, എൻ്റെ കുട്ടികളെ അവർ കഴിയുന്നത്ര പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇതിൽ കൂടുതലല്ലാതെ ഒരു സാധാരണ അൽമായൻ ഇതിൽ കൂടുതൽ എന്താ ചെയ്യുക? കാരണം വൈദികനാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, പക്ഷേ വൈദികനായില്ല. ഞാനൊരു സാധാരണ അൽമായ പ്രേക്ഷിതൻ തന്നെ ആയിട്ട് ജീവിക്കുന്നു. അങ്ങനെ വരുമ്പോൾ കുടുംബത്തിൻ്റെതായ രീതിയിൽ ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിൽ കൂടുതൽ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചപ്പോൾ അമ്മ എനിക്ക് അന്ന് ഒരു ചിന്ത തന്നതാണ്, ടേക്ക് ഔട്ട് ദ റോസറി ദാറ്റ് ഐ ഗേവ് യു ആൻഡ് ഷോ ഇറ്റ് ടു ദ വേൾഡ്. ലോകത്തെ ആ ജപമാല പങ്കുവയ്ക്കുക, ലോകത്തിലേക്ക് ആ ജപമാല പങ്കുവയ്ക്കുക നിനക്ക് ഞാൻ തന്ന. അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ വിചാരിച്ചു മീഡിയ ആണ്, കാരണം എനിക്ക് മീഡിയയോട് ഇഷ്ടമുണ്ട്. പക്ഷെ എന്നാൽ എനിക്ക് എഡിറ്റിംഗ് ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ എങ്ങനെ ഇത് ചെയ്യുമെന്ന് അറിയില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ ബ്ലസ്ഡ് കാർലോസ് അക്യൂട്ടീസ്, വാഴ്ത്തപ്പെട്ട കാർലോസ് അക്യൂട്ടീസിൻ്റെ ചിത്രം എൻ്റെ ഡെസ്ക്ടോപ്പിലുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്, താങ്കൾ എവിടെ നിർത്തിയോ എനിക്ക് അവിടെ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കൊന്നും അറിയില്ല, ഞങ്ങളുടെ ഈ ഒരു മിഷനെ ഒന്നും അറിയില്ല. യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ അറിയില്ല, തമ്പനെയിൽ ഉണ്ടാക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല. ഒന്നും അറിയാൻ പാടില്ലാത്ത ഞാൻ അത് എഡിറ്റിങ്ങേ അറിയില്ല. ഞാൻ എങ്ങനെയാണ് ഇങ്ങനൊരു മിഷൻ ചെയ്യുക, എനിക്ക് എൻ്റെ കൂടെ ഒന്ന് കൂടാമോ എന്ന് ചോദിച്ചു. പിന്നെ വിശുദ്ധ ഔസേപ്പിതാവിനെ ഞാൻ വിശുദ്ധ ഔസേപ്പെന്ന് വിളിക്കില്ല, അപ്പയെന്ന് വിളിക്കുള്ളൂ. അപ്പയും അമ്മയും കുഞ്ഞീശോയുടെയും കൂടെയാണ് ഞാൻ വളർന്നതെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എല്ലാ വിശുദ്ധന്മാരുടെയും കൂടെ. അപ്പോൾ ആ കൂട്ടത്തിൽ അപ്പയോടും ഞാൻ പറഞ്ഞു, അപ്പ ഇതിൻ്റെ വിശുദ്ധ ഔസേപ്പിതാവാണ് സാന്റോ മിഷൻ്റെ. അന്ന് സാന്റോ മിഷൻ ആയിരുന്നില്ല, ലിറ്റിൽ ഗുഡ്നെസ് എന്നായിരുന്നു ഞാൻ ആ മിഷൻ്റെ പേരിട്ടെ. ചെറിയൊരു നന്മ, അത് മാത്രമേ ഞാൻ ഓർത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ഒരു ജപമാല ഞാനും എൻ്റെ വൈഫ് കൂടി ചൊല്ലി. അത് ഞങ്ങൾക്ക് എഡിറ്റിംഗ് അറിയാവുന്ന, ഞങ്ങൾ യൂട്യൂബും മറ്റുമൊക്കെ നോക്കി പഠിച്ച രീതിയിൽ ഞങ്ങൾ ആദ്യത്തെ വീഡിയോ ഷെയർ ചെയ്തു. ഫെബ്രുവരി 20, 2021 എൻ്റെ ഓർമ്മ. അങ്ങനെ ഷെയർ ചെയ്ത ഒരു വീഡിയോ ഞാൻ വിചാരിച്ചു ആ വീഡിയോ കഴിഞ്ഞു, തീർന്നെന്ന് വിചാരിച്ചു. എൻ്റെ മിഷൻ അവിടെ വെച്ച് തീർന്നു, ഒരു ജപമാല പങ്കുവെച്ചു. പക്ഷേ മാർച്ച് 2020 ആയപ്പോൾ, അതായത് ഒരു മാസത്തിന് ശേഷം, എൻ്റെ പാരൻസും സിമിയുടെ പാരൻസും ഇങ്ങോട്ട് കാനഡയിലേക്ക് വരുന്ന വഴിക്ക് അവർ ലോക്ക്ഡൗണായി, മൊത്തം വേൾഡ് ലോക്ക്ഡൗണായി. അവർ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നപ്പോഴും അപ്പോൾ തന്നെ ഇന്ത്യയിലേക്ക് അവരെ ഇവാക്യുവേറ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ ബാംഗ്ലൂരിൽ എത്തിയപ്പോൾ അവർ അവിടെ സ്റ്റാൻഡേർഡായിപ്പോയി. അപ്പോൾ അവരവിടെ നിൽക്കെ എൻ്റെ അപ്പച്ചനായി ICUലായി, 27 ദിവസം ICUലായി കോവിഡ് വന്നിട്ട്. അങ്ങനെ ഒരു രാത്രി ഒരു ഡോക്ടർ വിളിച്ച് പറഞ്ഞു, മകൻ എൻ്റെ പേര് കണ്ടിട്ടാണ് തോന്നുന്നു, മകനെന്നെങ്ങാനും മൈസണ്ണെന്നെങ്ങാനും കണ്ടതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മകനാണെന്ന് തോന്നുന്നു അല്ലേ, എൻ്റെ പേര് സ്മിത എന്ന് പറഞ്ഞാൽ ഡോക്ടർ എന്നെ പരിചയപ്പെടുത്തി, ഒരു മലയാളി ഡോക്ടറാണ്. ആ ഡോക്ടർ പറഞ്ഞു, അപ്പച്ചന് ന്യൂമോണിയ വളരെയധികം കൂടുതലാണ്, ഒരു സാധ്യതയുമില്ല തിരിച്ചു കൊണ്ടുവരാനായിട്ട്. അതെനിക്ക് വല്ലാത്തൊരു ഷോക്കായി. അപ്പോൾ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല. അന്നേരം എൻ്റെ വൈഫ് ഞങ്ങളുടെ ഫോണിൽ ഞങ്ങൾ ചൊല്ലി വെച്ച ജപമാല ഞങ്ങളെ തന്നെ കേട്ടിട്ടാണ് ഞങ്ങൾ ജപമാല ചൊല്ലാനുള്ള ധൈര്യം കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു, വൈ കാണ്ട് ഐ ഷെയർ ദിസ് ടു മൈ ഡാഡ്. അപ്പച്ചൻ്റെ അടുത്തേക്ക് പ്രാർത്ഥനകൾ എത്തിച്ചാൽ അപ്പച്ചനെ ഈശോയിലേക്ക്, അല്ലെങ്കിൽ അപ്പച്ചൻ്റെ ഒരു ധൈര്യം കൊടുക്കാൻ പറ്റുന്നൊരു ചിന്തയുണ്ടായി. അങ്ങനെയാണ് ഞാനും എൻ്റെ വൈഫും ഞങ്ങൾ ചൊല്ലിയ ആ ജപമാല എല്ലാ ദിവസവും റീപോസ്റ്റ് ചെയ്തിട്ട് ഓരോ ദിവസത്തെ ജപമാലകളായിട്ട്, ഇപ്പം സന്തോഷം, ദുഃഖം, മഹിമയായിട്ടും അങ്ങനെ ഞങ്ങൾ അപ്പച്ചനെ അയച്ചു കൊടുത്തിരുന്നത്. അപ്പച്ചന് മാത്രമല്ല, ഞങ്ങൾക്ക് അറിയാവുന്ന ആൻറ്റിമാർക്കും അങ്കിൾമാർക്കും ഒക്കെ അയച്ചു കൊടുത്തു. ഐസൊലേറ്റഡ് ആയി കിടക്കുന്ന മാതാപിതാക്കൾക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ മിഷൻ. അന്ന് ഞങ്ങളിങ്ങനെ ഇതിലേക്ക് എത്തിച്ചേരുന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ലിറ്റിൽ ഗുഡ്നെസ് എന്ന് പേരിട്ടൊരു, ലിറ്റിൽ ഗുഡ്നെസ് ചെറിയൊരു നന്മ എന്ന് പറഞ്ഞ് പേരിട്ട് ഒരു ചെറിയ ചാനൽ, ആ ചാനലിലൂടെ ഇങ്ങനെ കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നു.
അക്കൂട്ടത്തിൽ ഞങ്ങൾ വിചാരിച്ചു, അന്നും കുർബാനയൊക്കെ ഈ പള്ളിയൊക്കെ അടഞ്ഞു തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് കുർബാനയ്ക്ക് പോകാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഓൺലൈനിൽ ഇങ്ങനെ കുർബാനകൾ വരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പരിചയമുള്ള 1-2 അച്ഛന്മാരെ വിളിച്ചിട്ട് അവരുടെ ഫേസ്ബുക്ക് പേജുകളിൽ നിന്നൊക്കെ അത് ഡൗൺലോഡ് ചെയ്ത് ഞങ്ങൾ റീപോസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇത് ഞങ്ങളുടെ പാരൻസിന് എത്തിച്ചു. കാരണം പരിശുദ്ധ കുർബാനയ്ക്ക് നോക്കി നിൽക്കുമ്പോൾ എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. ഈശോ ഒരു വാക്യം എൻ്റെ മനസ്സിൽ തന്നുകൊണ്ടേയിരുന്നു, രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകി പോയിട്ടില്ല. അതെനിക്ക് വല്ലാത്തൊരു ധൈര്യമായിരുന്നു. പരിശുദ്ധ കുർബാനയ്ക്ക് എൻ്റെ അപ്പച്ചനെ സുഖപ്പെടുത്താൻ പറ്റുമെന്നുള്ള വിശ്വാസം ഉണ്ടായി. അപ്പോൾ ഞാനിങ്ങനെ പല പോസ്റ്റഡ് ആയിട്ടുള്ള ഹോളി മാസസ് ഇങ്ങനെ ചോദിച്ച് പെർമിഷൻ എടുത്ത് ഷെയർ ചെയ്ത് തുടങ്ങി. അപ്പച്ചൻ 27 ദിവസം കൊണ്ട് ICU വിട്ടു, കംപ്ലീറ്റ് ആയിട്ട് ക്യൂറായി. അദ്ദേഹം കാനഡയിൽ, ഇപ്പോൾ എൻ്റെ കൂടെ കാനഡയിലുണ്ട്. അപ്പച്ചനും അമ്മച്ചിയും കാനഡയിലേക്ക് വന്നു. അപ്പോൾ ഇതെല്ലാ അനുഗ്രഹങ്ങളും പരിശുദ്ധ കുർബാനയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു മിഷൻ 2020 മാർച്ചിൽ ഞങ്ങളിങ്ങനെ ചെറുതായി തുടങ്ങി 2020 മെയ് ആയപ്പോഴേക്കും 2 മാസത്തോളം എടുത്തു എൻ്റെ പാരൻസിന് നാട്ടിൽ കൊച്ചിയിലേക്ക് തിരിച്ചു വരാനായിട്ട്. പക്ഷേ ആ സമയം കൊണ്ട് നമ്മൾ ഒത്തിരിയധികം പ്രാർത്ഥനകളും ഈ ദിവ്യബലികളും ഒക്കെ പങ്കുവെച്ച് തുടങ്ങിയ ഒരു മിഷനായി ലിറ്റിൽ ഗുഡ്നെസ്, അന്ന് ലിറ്റിൽ ഗുഡ്നെസ് എന്ന പേര് അങ്ങനെ മാറി. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അമ്മ എനിക്കൊരു തന്നൊരു ചിന്തയാണ്, ഇതിൽ നിർക്കാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചു അവിടെ വെച്ച് തീർന്നു, പക്ഷേ അവിടെ വെച്ച് നിർത്താൻ അമ്മ സമ്മതിച്ചില്ല. അമ്മ തന്നൊരു ചിന്തയാണ്. അപ്പോൾ മലയാളമൊക്കെ ഒരുവിധ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞു. പക്ഷേ അമ്മ തന്ന ചിന്ത ഇതാണ്, യുണൈറ്റ് ദ വേൾഡ് ത്രൂ റോസറി, ജപമാല കൊണ്ട് ലോകത്തെ ചേർത്ത് പിടിക്കാനൊരു ചിന്ത തന്നു. അങ്ങനെയാണ് ഞങ്ങൾ പല ഭാഷകളിൽ ജപമാലകൾ ചെയ്യണമെന്നൊരു ആഗ്രഹം തുടങ്ങി. ഇപ്പോൾ ലോങ് സ്റ്റോറി ഷോർട്ട്, 12 ഭാഷകളിൽ 12,000-ഓളം ജപമാലകളും മലയാളത്തിൽ മാത്രം അതിൻ്റെ ദിവ്യബലി അടക്കം വീഡിയോകൾ ഞങ്ങൾ ഷെയർ ചെയ്തു 14 യൂട്യൂബ് ചാനലുകൾ വഴിയായിട്ട്. 1.25 കോടി ജപമാലകൾ ലോകം ചൊല്ലാനായിട്ട് ഈ ഒരു മിഷൻ അമ്മ ഉപയോഗപ്പെടുത്തി. ഒരു തവണ പോലും ഒരു ഫേസ്ബുക്ക് ഷെയർ പോലും ഇല്ലാതെ, ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു ക്യാമ്പയിനും നടത്താതെ ഈ 4 വർഷം കൊണ്ട് പരിശുദ്ധമ്മ ഞങ്ങളുടെ ഈ ചെറിയ യൂട്യൂബ് ചാനലുകളെ അമ്മ ഇങ്ങനെ അനുഗ്രഹിച്ചു. അപ്പോൾ ഇപ്പോൾ അമ്മ തന്ന ഒരു ചിന്തയാണ്, അതിൻ്റെ മുകളിലേക്ക് എന്ത് എന്നൊരു ചിന്ത അമ്മ തന്നപ്പോഴാണ് ഞങ്ങൾ കൂടുതൽ പ്രാർത്ഥിച്ചൊരുങ്ങി സാൻഡോ മിഷൻ എന്ന ലിറ്റിൽ ഗുഡ്നെസ്സിന് സാൻഡോ മിഷൻ എന്ന് രൂപമാറ്റം വരുത്തി, അല്ലെങ്കിൽ പേരുമാറ്റം വരുത്തി കുറച്ചുകൂടി വിപുലകരമായ രീതിയിൽ ഈശോയ്ക്ക് വേണ്ടി സുവിശേഷം പ്രഘോഷിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാൻഡോ മിഷൻ ഇതിന് ഒരുപാട് തടസ്സങ്ങൾ എന്തായാലും വന്നിട്ടുണ്ടാകും, അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? ഏതൊരു മിനിസ്ട്രിയും, കാത്തലിക് മിനിസ്ട്രി ഏത് മിനിസ്ട്രി ചെയ്താലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാകും. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നമ്മളൊരു മീഡിയ മിനിസ്ട്രിയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഒത്തിരി അധികം ഫിനാൻഷ്യൽ കോസ്റ്റുകൾ ഇൻവോൾവ് ആണ്. മീഡിയയിലുള്ള സ്റ്റാഫിൻ്റെ സാലറി അടക്കം ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ അതുകൂടാതെ ഞങ്ങൾ വിചാരിച്ചു ഇതൊരു കാത്തലിക് പ്രെയർ ആപ്പ് ആകണം. ഞങ്ങൾ ഈ സാൻഡോ മിഷൻ എന്നുവെച്ചാൽ മീഡിയ ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിൽ സുവിശേഷ പ്രഘോഷണം നടത്താം, ഇതാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അപ്പോൾ അതിന് ഞങ്ങൾ 2 കാര്യങ്ങളാണ് മനസ്സിൽ സ്വപ്നം കണ്ടത്. ഒന്ന്, ഒരു കാത്തലിക് പ്രെയർ ആപ്പ് ഇൻ as many languages as possible, എത്രയധികം ലാംഗ്വേജസിൽ എത്തിക്കാൻ പറ്റുമോ അത്രയും. അപ്പോൾ അത്രയും ആളുകളിലേക്ക് എത്തുമല്ലോ. പിന്നെ രണ്ടാമത്, കുട്ടികൾക്ക് വേണ്ടി ഒരു വേദപാഠം ആപ്പ്. അപ്പോൾ ഈ 2 ആപ്പ് ഒരുക്കിയെടുക്കുന്നതിൻ്റെ ആദ്യത്തെ പടിയാണ് ഞങ്ങളിപ്പോൾ കടന്നിരിക്കുന്നത്. അതായത് യൂട്യൂബിലൂടെ മാത്രം നമുക്ക്, വീഡിയോകളിലൂടെയല്ല യൂട്യൂബിൽ നമുക്ക് പ്രാർത്ഥനകളും മറ്റൊക്കെ പങ്കുവയ്ക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഒരു സ്ഥായി ഭാവം എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ സാധ്യതകളുണ്ട് മറ്റു പല മീഡിയ ടെക്നോളജി. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ വീഡിയോ ഫോർമാറ്റിലും ടെക്സ്റ്റ് ഫോർമാറ്റിലും അതുപോലെ ഓഡിയോ ഫോർമാറ്റിലും ഒക്കെ നമുക്ക് ചേർത്ത് വെച്ചിട്ട് നമുക്കൊരു മിഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കുറേ കൂടി സസ്റ്റൈനബിൾ ആയിരിക്കും, കുറേ കൂടി ആളുകൾക്ക് ഉപകാരപ്പെടും. ഇപ്പം വണ്ടിയിൽ പോകുമ്പോഴോ ബസ്സിൽ പോകുമ്പോഴോ ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിലോ, അല്ലെങ്കിൽ ചിലപ്പോൾ ആളുകൾക്ക് കേൾക്കേണ്ട പിന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഡിജിറ്റൽ പ്രെയർ ബുക്ക് ആയിരിക്കാം. അപ്പോൾ ആ ഒരു രീതി ചിന്തിച്ചാൽ, അതുപോലെ ബൈബിൾ അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ കുറേ കൂടി ആളുകളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു മീഡിയമായി മാറാൻ പറ്റുമെന്നൊരു ചിന്ത വന്നു. ഇങ്ങനെയാണ് നമ്മൾ കുറേ കൂടി പ്രാർത്ഥിച്ചൊരുങ്ങി ലിറ്റിൽ ഗുഡ്നെസ് എന്ന ആ ചെറിയൊരു മിഷനെ ഞങ്ങൾ സാൻഡോ മിഷൻ എന്ന രീതിയിൽ, സാൻഡോ കാത്തലിക് മിഷൻ എന്ന രീതിയിലേക്ക് കൊണ്ടുവരികയും പിന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ചാനലുകളിൽ നിന്ന് മാത്രം ഫോക്കസ് മാറ്റിയിട്ടുണ്ടെങ്കിൽ, ആ ചാനലുകൾ മാത്രം ഫോക്കസ് ചെയ്യാതെ ഞങ്ങൾ സാൻഡോ കാത്തലിക് ആപ്പ് എന്ന പേരിൽ ഒരു ആപ്പ് ഒരുക്കിയത്. അതിനുശേഷം സാൻഡോ കിഡ്സ് എന്ന പേരിൽ ഇനി ഒരു പുതിയ ആപ്പ് ഒരുക്കാനുള്ള ശ്രമവും പ്രാർത്ഥനയും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് താങ്കൾ ചോദിച്ച ചോദ്യം അനുസരിച്ച് എത്രത്തോളം ക്ലേശം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ആപ്പ് ഒരുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന് ഒത്തിരിയധികം കോസ്റ്റുകളുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ചെയ്തത്, ഫെബ്രുവരി 2022 ഞാൻ വലിയൊരു തീരുമാനമെടുത്തു. ഞാനൊരു $120,000 സാലറിയുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്കൊരു വർഷം $120,000 സാലറി ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നി, എനിക്കിത് ആ ജോലിയും എനിക്ക് ഈശോയ്ക്കുള്ള ഈ മിഷനും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പോൾ കാരണം ഞാൻ ഇത്രയും ഇവിടെ എഫേർട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ഒരു മുഴുവൻ നേരെ ജോലിയായിട്ട് പുറത്ത് വേറൊരു ജോലിയുള്ളപ്പോൾ എനിക്ക് ഈശോയ്ക്ക് വേണ്ടി പാർട്ട് ടൈമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതല്ല എനിക്ക് ചെയ്യാം, എനിക്ക് ഈശോയ്ക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് സംസാരിച്ചു, ഞാനിങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ്. അവൾ എന്നോടൊന്ന് പ്രാർത്ഥിച്ചു. അവൾ പറഞ്ഞു, തനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു.
അങ്ങനെ ഒരു വലിയൊരു റിസ്കി ആയിട്ടുള്ള ഡിസിഷൻ ഞാൻ എടുത്തു. ഐ ക്വിറ്റ് മൈ കരിയർ ഇൻ അക്കൗണ്ടിങ്. കംപ്ലീറ്റ് ആയിട്ട് ഈശോയ്ക്ക് വേണ്ടി മാത്രമാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ജീവിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ സ്വാഭാവികമായിട്ടും സാമ്പത്തികമായ സ്രോതസ്സ് കുറയാൻ തുടങ്ങി. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കടങ്ങൾ, നമ്മുടെ കയ്യിൽ റിസോഴ്സും അതുപോലെ കടങ്ങളും എടുക്കാൻ തുടങ്ങി. കൂടുതൽ കടമെടുത്തിട്ട് തന്നെയാണ് സാൻഡ്രോ മിഷനെ ഒരുക്കിയെടുക്കാൻ, ഇതുവരെ ആക്കിയെടുക്കാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചത്. അതോടൊപ്പം തന്നെ ലോണുകൾ ബാങ്കായിട്ടും റീമോർഗേജ് ചെയ്ത് പ്രോപ്പർട്ടി, അങ്ങനെ ഒത്തിരി ബാധ്യതകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഞാൻ ആ നമ്പർ പറഞ്ഞാൽ എല്ലാവരും പേടിക്കുന്ന ഒരു വലിയ നമ്പറാണ്. ഒരു സാധാരണ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കൺസിഡറബിൾ കോസ്റ്റ് ഉണ്ട്. ഓൾമോസ്റ്റ് $1 മില്യൺ കടബാധ്യതയിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഇത്ര ചിന്തിച്ചുള്ളൂ, ഈശോയ്ക്ക് വേണ്ടി ഏറ്റവും മികച്ചത് കൊടുക്കാൻ പറ്റണം. അതായത് ഇതാണോ എന്ന് തോന്നിക്കുന്ന രീതിയിലല്ലാതെ എന്താണ് ഭാവിയിലേക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഭാവിയിലേക്ക് എല്ലാവർക്കും ഉപകാരം പറ്റുന്ന രീതിയിലൊരു സംഭവം ചെയ്യാൻ പറ്റിയ, ഇത് നമുക്ക് സസ്റ്റൈനബിൾ മോഡലാക്കാൻ പറ്റിയ, എത്രയോ പേർക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാവുന്ന എത്രയോ പേർക്ക് തൊഴിലവസരം ഒരുക്കിയെടുക്കാൻ പറ്റും. എത്രയോ ആനിമേറ്റേഴ്സ് ഉണ്ട്, എത്രയോ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ഉണ്ട് നമുക്ക്. വൈ കാൻ വി പുട്ട് ദം ഓൾ ടുഗെദർ ഇൻ വൺ പ്ലേസ് ആൻഡ് ഡു സംതിങ് ഗ്രേറ്റ് ഫോർ ദ ലോർഡ്? ആ ഒരു ചിന്തയാണ് എന്നെ നയിച്ചത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എനിക്കൊരു കോർപ്പറേറ്റ് ട്രെയിനിങ് തന്നിട്ടുണ്ട് പരിശുദ്ധമ്മ. അപ്പോൾ ഞാൻ വിചാരിച്ചു, വൈ ക്യാൻ ഐ ഡു ദിസ്? ഇന്ന് ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഇത് ചെയ്തില്ലെങ്കിൽ വേറെ ആര് ചെയ്യും? ഈ ഒരു ചിന്ത എല്ലാ യുവാക്കന്മാരുടെ മുമ്പിലേക്ക് ഞാൻ വയ്ക്കുകയാണ്. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാവുന്നവരെല്ലാവർക്കും ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നമ്മൾ ചെയ്തില്ലെങ്കിൽ വേറെ ആരാ ചെയ്യുക? നമ്മളല്ലേ ഈശോയുടെ സ്നേഹം ഇത്രയും കൂടുതൽ അനുഭവിച്ചത്. അപ്പോൾ ആ ഒരു തീരുമാനത്തിലേക്കാണ് ഞാൻ എടുത്തത്. അതിൻ്റെ ചലഞ്ചസ് തീർച്ചയായിട്ടും ഇതിനുണ്ട്, പക്ഷേ ഈശോ വഴി നടത്തുമെന്നുള്ള ധൈര്യമുണ്ട്. എല്ലാവരുടെ മുമ്പിലേക്ക് പങ്കുവയ്ക്കാവുന്നൊരു രൂപം എത്തിയപ്പോഴാണ് ഞാനിങ്ങനെ ഷാജിച്ചനോടാണെങ്കിലും എല്ലാവരോടും പങ്കുവയ്ക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഓരോരുത്തരും വലിയ രീതിയിൽ അപ്രീസിയേഷൻ തരുന്നുണ്ട്. കാരണം കുട്ടികളുടെ വേദപാഠം ആപ്പ് ഒരുക്കുക ഇപ്പോൾ ഞങ്ങൾ മുടക്കിയതിനേക്കാളും ഭാരിച്ച തുകയാണ്. കാരണം ഒത്തിരി വിർച്വൽ റിയാലിറ്റി അടക്കം ഒത്തിരി കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫീച്ചേഴ്സോടുകൂടിയാണ് സാൻഡ്രോ കിഡ്സ് ആപ്പ് വരാനായിട്ട് ഒരുങ്ങുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ശുശ്രൂഷകളും വചനപ്രഘോഷണവും അനുബന്ധ ശുശ്രൂഷകളും ഡീറ്റലൈസ് ചെയ്തതിൻ്റെ അത് ആരിൽ നിന്ന് ഉൾക്കൊണ്ട പ്രചോദനമാണ്? ഇപ്പം കാർലോസ് അക്വിറ്റസിനോട് മധ്യസ്ഥം അപേക്ഷിച്ച് കിട്ടിയ അവിടെ നിന്നാണോ ആ വിശുദ്ധൻ്റെ ഒരു പിന്മുറക്കാരനായിട്ട് വരാനുള്ളൊരു ആഗ്രഹമാണോ ഈ ഒരു ഡീറ്റലൈസ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചത്? ഞാൻ ആദ്യം മുതൽ പറഞ്ഞ പോലെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ലോകം മുഴുവൻ ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കണം. അപ്പോൾ ഇന്നിൻ്റെ കാലത്ത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിച്ച് യൂട്യൂബ് ആയിരിക്കും. പക്ഷേ യൂട്യൂബ് നമ്മളൊരിക്കലും ഇങ്ങനെ ഒരു മിഷനായി വരുമെന്ന് വിചാരിച്ചിട്ടില്ല യൂട്യൂബിൽ പങ്കുവെച്ച് തുടങ്ങിയത്. പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഇതിന് കൂടുതൽ സാധ്യതകൾ ഇന്നത്തെ മൊബൈൽ ആപ്പിൻ്റെ വേർഷനിലും മൊബൈൽ ആപ്പ് മാത്രമല്ല, വെബ് ആപ്ലിക്കേഷൻ ആവാം, TV ആപ്പ് ആവാം. ഈ സംവിധാനങ്ങളിലൂടെയൊക്കെ എല്ലാവരുടെ വീടുകളിലേക്കും എല്ലാവരുടെ പേഴ്സണൽ ലൈബ്രറിയിലേക്ക് അല്ലെങ്കിൽ മൊബൈൽ ഡിവൈസിലേക്ക് എത്താമല്ലോ. അതൊരു ചിന്തയായിരുന്നു. അപ്പോൾ ഈ കാരണം പറയുമല്ലോ, പലരും പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പ്രാർത്ഥനകളൊന്നും അറിയില്ല, എവിടെ കിട്ടും ഈ പ്രാർത്ഥനകളൊക്കെ? അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാം കൂടി കൊണ്ടുവന്ന് ഒരിടത്ത് കൊണ്ടുവന്ന് വയ്ക്കാൻ പറ്റുമെങ്കിൽ അപ്പോൾ ഒരു എക്സ്ക്യൂസ് കണ്ടെത്താതിരിക്കുമല്ലോ. നിങ്ങൾ കറിക്കരിയുമ്പോഴും പാത്രം കഴിയുമ്പോഴും ഒക്കെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ഒരു പക്ഷേ ജപമാലയിലേക്ക് നിങ്ങൾ തിരിച്ചു വരുന്നത്. പക്ഷേ പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാർത്ഥനയെ വീണ്ടും പുനരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാലത്തോടു കൂടിയുള്ള ഒരു മുന്നേറ്റം, വചനപ്രഘോഷണത്തിലും ശുശ്രൂഷകളിലും കാലത്തോടു കൂടിയുള്ള ഒരു മുന്നേറ്റമാണല്ലോ ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് കുട്ടികളുടെ ആപ്പ്, ഇപ്പം നമ്മളൊക്കെ പ്രായമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, കുറേയധികം പ്രാർത്ഥനകൾ അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് എത്രത്തോളം ഉപകാരമൊന്നും അറിയില്ല. പക്ഷേ പ്രത്യേകിച്ച് കേരളത്തിന് വെളിയിലൊക്കെ ചെല്ലുമ്പോൾ ഒത്തിരിയധികം ദിവ്യബലികളും മറ്റുമൊക്കെ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് പ്രായാധിക്യം മൂലവും മറ്റും പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവരിലേക്ക് ഈശോയെ എത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. ജോഫി ചേട്ടാ, കുട്ടികളുടെ ആപ്പിനെ കുറിച്ച് ചേട്ടൻ പറയുന്നത് കേട്ടു, അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ? തീർച്ചയായിട്ടും. ഞങ്ങൾ സാൻഡ്രോ മിഷൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ ഈ മിഷൻ ആഗ്രഹിച്ചു വന്നപ്പോൾ ഞാനും എൻ്റെ ഭാര്യ സിമിയും ഞങ്ങളൊരു മതാധ്യാപകരായിരുന്നു 7 വർഷത്തോളം ഞങ്ങളുടെ ഇടവകയിലെ നാട്ടിൽ. അതുകൂടാതെ ഞങ്ങൾ പാരൻസ് ആണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് 12 വയസ്സും ഞങ്ങൾക്ക് 12 വയസ്സും 3 വയസ്സുള്ള 2 പെൺകുട്ടികളുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരിടുന്ന ഒരു പാരൻ്റ് എന്ന രീതിയിൽ, ഒരു യങ് പാരൻ്റ് എന്ന രീതിയിൽ ഞങ്ങൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം കുട്ടികളിലേക്ക് എങ്ങനെ വേദപാഠം എത്തിക്കുക എന്നുള്ളതാണ്. അതായത് ചുമ്മാ പ്രാർത്ഥനകൾ മാത്രമല്ലാതെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ വിശുദ്ധന്മാരുടെ കഥകളാണേലും അതുപോലെ മറ്റ് ബൈബിൾ കഥകളാണേലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കാനുള്ളതായിട്ടുണ്ട്. അത് നമുക്ക് 1-2 തവണ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടൊന്നും അവരുടെ മനസ്സിലേക്ക് അത് കയറില്ല. അവർ അത്രയും മീഡിയ പുറത്ത് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് എന്തെങ്കിലും ആ വിശ്വാസ പരിശീലനത്തിന് വേണ്ടി, കുട്ടികളുടെ വിശ്വാസ പരിശീലനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നു. അങ്ങനെയാണ് സാൻഡ്രോ കിഡ്സ് എന്നൊരു ആശയത്തിലേക്ക് ഞങ്ങൾ വന്നത്. അതിൽ കുട്ടികൾക്ക് ഉപയോഗപ്പെടാൻ പറ്റുന്ന ഇപ്പോൾ സാധാരണ ഡെയിലി പ്രയേഴ്സ് അടക്കം ഒത്തിരി കാര്യങ്ങൾ, ഇപ്പോൾ ഒരു കൺഫെഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി എങ്ങനെ ഒരുങ്ങാം, അതുപോലെ വിശുദ്ധന്മാരുടെ ജീവിത കഥകൾ, ബൈബിൾ കഥകൾ, ഗെയിമുകൾ,
അതുപോലെ തന്നെ കേറ്റിക്കിസത്തിൻ്റെ ഈ മൊഡ്യൂളുകൾ ഒരു ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്, കംപ്ലീറ്റ് ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൽ ഞങ്ങൾ ഇനിയും കൂടുതൽ AI ഇൻ്റഗ്രേഷൻ വരെ കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് VR-ൻ്റെ സാധ്യതകളോടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു വളരെ സിഗ്നിഫിക്കൻ്റ് ആയ ഒരു പ്രൊജക്റ്റായിട്ട് തന്നെയാണ് ഞങ്ങളതിനെ വിഭാവനം ചെയ്യുന്നത്. ഈ ഒരു വിശ്വാസ ജീവിതത്തിലെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും ഒരു സമൂഹമായിട്ടും മുന്നോട്ട് പോവുകയാണെങ്കിലും ഒരു വലിയൊരു വിശ്വാസ പ്രഘോഷണത്തിന് ഒരു പുതിയ രീതിയിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പം അതിൻ്റെ തന്നെ ഏറ്റവും അതിൻ്റെ തന്നെ ഫസ്റ്റ് ലെവലെന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പേരാണ്. ആദ്യം ലിറ്റിൽ ഗുഡ്നെസ് എന്നുള്ളൊരു പേരായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പം പേര് മാറ്റി സാൻഡോസ് എന്നാക്കി. അപ്പം ആ ഒരു മാറ്റത്തെക്കുറിച്ചൊന്ന് പറയാമോ? എന്തായിരുന്നു ആ പഴയ പേരിൽ നിന്ന് പുതിയ പേരിലേക്ക് മാറ്റാനുള്ളൊരു കാരണം? തീർച്ചയായിട്ടും ലിറ്റിൽ ഗുഡ്നെസ് എന്നായിരുന്നു ഞങ്ങളുടെ പേര്. ആദ്യം പറഞ്ഞ പോലെ ചെറിയൊരു നന്മ എന്ന് മാത്രമേ നമ്മൾ ഓർത്തുള്ളൂ. പിന്നീട് നമ്മളുടെ ആപ്പ് വന്നപ്പോഴും ആദ്യത്തെ ഘട്ടത്തിൽ ഞങ്ങൾ ആപ്പിന് പേരിട്ടിരുന്നത് ലിറ്റിൽ ഗുഡ്നെസ് പ്രെയർ വേൾഡ് എന്നായിരുന്നു. പക്ഷേ പ്രെയർ വേൾഡ് അത് ലിറ്റിൽ ഗുഡ്നെസ്സിൻ്റെ പ്രെയർ വേൾഡ്. പക്ഷേ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പല ഭാഷകളിലല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഭാഷക്കാർക്കും ഇത് ഓർത്തിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് ശരിയാവില്ല, അപ്പോൾ ഇതിനെ കുറച്ചുകൂടി എളുപ്പത്തിൽ ഓർക്കാൻ പറ്റുന്ന പാകത്തിൽ ആക്കണം. അങ്ങനെയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി. അങ്ങനെ അമ്മ തന്നൊരു പേരാണ്, അല്ലെങ്കിൽ അമ്മ തന്നൊരു ചിന്തയാണ് സാൻഡോ എന്നാൽ ആക്ച്വലി വാക്കിൻ്റെ അർത്ഥം ഹോളി എന്നാണ്. സ്പാനിഷ് വാക്കാണ്. അപ്പോൾ സ്പാനിഷ്, പോർച്ചുഗീസ്, ഇറ്റാലിയൻ ആൻഡ് ഫിലിപ്പീനോ ഭാഷകളിൽ നമ്മൾ സാൻഡോ റൊസാരിയോ അല്ലെങ്കിൽ ആ രീതിയിലാണ് അതിനെ പറയുന്നത്. പരിശുദ്ധ ജപമാല എന്ന് പറയുമ്പോൾ പരിശുദ്ധ അല്ലെങ്കിൽ ഹോളി എന്ന വാക്കാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ വിചാരിച്ചത് എളുപ്പത്തിൽ ഒരു കാത്തലിക് വാക്കായിട്ട് എല്ലാവർക്കും തോന്നുമല്ലോ. അങ്ങനെയാണ് ആ പേരിന് ഞങ്ങൾ ട്രേഡ് മാർക്ക് എടുക്കുകയും അതിൻ്റെ ഡിസൈൻസിന് ട്രേഡ് മാർക്ക് എടുക്കുകയും ഒക്കെ ചെയ്ത് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് തന്നെ ഇത് ചെയ്ത് എല്ലാവർക്കും എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ പാകത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ബ്രാൻഡിങ് ഒക്കെ ഞങ്ങൾ കുറച്ചധികം ശ്രദ്ധിച്ചത്. താങ്ക് യു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തീർച്ചയായും നമ്മുടെ പിന്തുണ ലഭിച്ചാൽ മാത്രമേ ഇനിയും ആധുനിക യുഗത്തിൻ്റെ സാധ്യതകൾ തുറക്കാൻ ലക്ഷ്യമിടുന്ന ഇത്തരത്തിലുള്ള ശുശ്രൂഷകൾ വളരെ എളുപ്പം അനേകരിലേക്ക് എത്തുകയുള്ളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇത് തീർച്ചയായും വിജയം കാണുക തന്നെ ചെയ്യും. കാരണം ഇതിന് പിന്നിൽ ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ദൈവിക പദ്ധതികളുടെ ഭാഗമാകാൻ ആത്മാവിൽ തോന്നിപ്പിക്കുന്നവർ ഇവർക്ക് വേണ്ട പിന്തുണ അത് നൽകുക തന്നെ വേണം. അതുവഴി നമ്മളും ലോകത്തിൽ സുവിശേഷം എത്തിക്കുക എന്ന ദൈവിക പദ്ധതിയുടെ ഭാഗമാവുകയാണ് എന്നറിയുക. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ദൈവത്തിന് സ്തുതി.